ഹലോ എവ്രിവൺ, എൻ്റെ പേര് ഗീതു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ ടോട്ടൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഫസ്റ്റ് വീഡിയോ ആണ് ഇതിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് വീഡിയോ ആൻഡ് മീൽ പ്ലാൻ. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ മീൽ പ്ലാൻ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ് തരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. എല്ലാവരും ഗിയർഡപ്പാണ്, റെഡിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. ആൻഡ് ഒരുപാട് പേരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഈ ഒരു നമ്മുടെ സീരീസ് കഴിഞ്ഞിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഐ എം റിയലി കട്ട വെയിറ്റിംഗ് ആണ് ഞാൻ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഞാൻ എന്താ പറയാറ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദ ചാനൽ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിലെ വീഡിയോ അപ്ലോഡ്സിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര നാളത്തെ ചാലഞ്ചാണിത്, 2 weeks ആണോ 1 month ആണോ എന്നുള്ളത്. ആക്ച്വലി അത് നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എത്ര നാളെ നിങ്ങൾ ഈ ചാലഞ്ച് ടേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. പക്ഷേ ഒരു കാര്യം ഞാൻ അഷ്വർ ചെയ്യാം, 1 month നിങ്ങൾ എൻ്റെ കൂടെ ഈ ഒരു ചാലഞ്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വിൽ ബി ഓസം. നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ എൻ്റെ ഒരു പ്രിഫറൻസ്, അഡ്വൈസ് അല്ലെങ്കിൽ സജഷനിൽ 1 month നിങ്ങൾ ഈ ചാലഞ്ച് ചെയ്യുന്നതാകും ഏറ്റവും ഓപ്റ്റിമം, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പേര് തൈറോയിഡ് ഉള്ളവർക്ക്, PCOD ഉള്ളവർക്കൊക്കെ ചെയ്യാമോ, ടീനേജേഴ്സിനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാം. ഇതിനൊക്കെയുള്ള ആൻസർ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മെഡിക്കേഷൻസ് എടുക്കുന്നവരെങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫീഡിങ് മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫീഡിങ് മദേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ നിങ്ങളുടെ ഡെലിവറി ടൈം, അതായത് ഇപ്പോൾ ഒരു 1-2 മാസത്തിന് മുന്നെയാണ് ഡെലിവറി കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുക ഒരു 6 to 7 months ഓർ മേ ബി 8 months വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചാലഞ്ച് ചെയ്യുക കേട്ടോ. അല്ലാതെ നിങ്ങൾ 1 year ഒക്കെ ആയി എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം. എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാലഞ്ച് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ടാണിത്, കോബ്ര പുഷപ്സ് ആണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി താഴെ കിടന്നിട്ട് യോഗയിലൊരു കോബ്ര പോസ് എന്ന് പറയുന്നൊരു പോസ് ഉണ്ട്. അപ്പോൾ അതുമാതിരി നമ്മൾ പുഷപ്പ് ചെയ്ത് നമ്മുടെ അപ്പർ ബോഡീനെ തറയുന്ന ഫ്ലോറിൽ നിന്ന് കംപ്ലീറ്റ്ലി മുകളിലേക്ക് എടുക്കുകയാണ് കോബ്ര പുഷപ്പ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൈക്ക് നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ട്രൈസെപ്പ്, കൈയുടെ അടിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി വർക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ കോബ്ര പുഷപ്പ് നിങ്ങളുടെ ബാക്ക് മസിൽസ്, അതായത് നിങ്ങളുടെ ബട്ടക്സിലെ മസിൽസ്, നിങ്ങളുടെ ലോവർ ബാക്കിലെ മസിൽസൊക്കെ നന്നായിട്ട് എൻഗേജ് ചെയ്യുക. ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈയുടെ മസിൽസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ബോഡീനെ ഫ്ലോറിൽ നിന്ന് കംപ്ലീറ്റ്ലി പുഷപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സാധിക്കും. 45 seconds നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ഫോർ ഷുവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രഞ്ചസ് ആണ്. ക്രഞ്ചസ് അറിയാമല്ലോ, നമ്മുടെ വയറിന്, നമ്മുടെ ബെലി ഏരിയയ്ക്കൊക്കെ ടൈറ്റൻ ചെയ്യാനും ഒക്കെ അടിപൊളി വർക്കൗട്ടാണ് ക്രഞ്ചസ്. അപ്പോൾ ക്രഞ്ചസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ കിടക്കുക, നിങ്ങളുടെ ഫുൾ ബാക്ക് ഫ്ലോറിൽ പതിഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട്. എന്നിട്ട് നിങ്ങളുടെ ആബ് മസിൽസ്, അതായത് നിങ്ങളുടെ ബെല്ലിയിലെ മസിൽസ് യൂസ് ചെയ്ത് നിങ്ങളുടെ അപ്പർ ബോഡിയിൽ നിങ്ങൾ പൊക്കുക, ഇതുപോലെ പൊക്കുക. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പൊങ്ങി വരാൻ പറ്റുമെങ്കിൽ നല്ലത്. അതിനുവേണ്ടി ട്രൈ ചെയ്ത് ഒരുപാട് നിങ്ങളുടെ കഴുത്തിനെ ഒന്നും സ്ട്രെയിൻ ചെയ്യിക്കരുത്. കൈ നിങ്ങളുടെ തലയുടെ പുറകിൽ വെച്ചിട്ട് കഴുത്തിനെ ഇങ്ങനെ വലിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കഴുത്തിന് സ്ട്രെയിൻ വരും, നിങ്ങളുടെ സ്പൈനിന് അതൊരു സ്ട്രെയിനാണ്. സോ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ വയറിൻ്റെ മസിൽസ് യൂസ് ചെയ്ത് മുകളിലേക്ക് വരാനായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരാനായിട്ട് നോക്കുമ്പോഴത്തേനും തന്നെ നിങ്ങളുടെ വയറിൻ്റെ മസിൽസ് ബേൺ ആകുന്നതായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ ആബ് ഏരിയ, നിങ്ങളുടെ ആബ് മസിൽസ്, വയറിലെ മസിൽസ് എൻഗേജ് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊരു ലൈവായിട്ട് വന്നാലും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇൻ കേസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വാറ്റ്സ് ടു സൈഡ് കിക്കാണ്. അപ്പോൾ സ്ക്വാറ്റ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ കാലിൻ്റെയും നമ്മുടെ ബാക്ക്, അതായത് നമ്മുടെ ബട്ടക്സ് ഏരിയയിലെ മസിൽസ് വേണം എൻഗേജ് ആവാനായിട്ട്. എന്നിട്ട് നമ്മൾ സൈഡിലേക്ക് കിക്ക് ചെയ്യുകയാണ്. സൈഡ് ലെഗ് റേസ് അല്ല, ഇവിടെ നമ്മൾ കിക്കാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ കിക്ക് ചെയ്യുക. കിക്ക് ചെയ്തിട്ട് തിരിച്ച് സെയിം പൊസിഷനിൽ വന്ന് നിൽക്കുക കേട്ടോ. ആ ബാലൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് നമ്മുടെ ഈ വർക്കൗട്ടിൻ്റെ എഫക്റ്റീവ്നെസ് ഉള്ളത്. അപ്പോൾ സ്ക്വാറ്റ്സ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മുട്ട് നമ്മുടെ ടോസിൻ്റെ സെയിം ലൈനിലായിരിക്കണം. ടോസിനെക്കാട്ടും മുന്നോട്ട്, അതായത് നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ മുന്നോട്ട് നമ്മുടെ മുട്ട് പോകാനായിട്ട് പാടില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ചെയറിലേക്ക് നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ബേസിക്കലി. സോ കാല് ഷോൾഡർ വിഡ്ത്ത് അല്ലെങ്കിൽ ഷോൾഡർ വിഡ്ത്തിനെക്കാട്ടും ഒരല്പം കൂടുതൽ നമുക്ക് കാലുകളകത്ത് വെക്കാം, പ്രശ്നമില്ല. സോ സൈഡ് ലെഗ് റേസ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ സൈഡിലേക്ക് കിക്കാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ എത്ര ഹാർഡായിട്ട് കിക്ക് ചെയ്യുന്നോ അത്രയും എഫക്റ്റീവ് ആയിരിക്കും ഈ വർക്കൗട്ട്.
അടുത്തത് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, എല്ലാവരുടെ ഫേവറേറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം, അറ്റ്ലീസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. അതായത് നമ്മുടെ ജമ്പിങ് ജാക്സ് വർക്കൗട്ട്. ഒരു അടിപൊളി ഫുൾ ബോഡി വർക്കൗട്ടാണ്. ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കാൽപാദത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വേണം, അതായത് കാൽ വിരലുകളുടെ പോർഷൻ ഉണ്ടല്ലോ, ഫ്രണ്ട് ഹാഫ്, ആ ഹാഫിൽ നിന്നിട്ട് വേണം നിങ്ങൾ ജമ്പിങ് ജാക്സ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മുട്ടുകളുടെ സ്ട്രെയിൻ വരാൻ പാടില്ല. മുട്ടുകൾ സോഫ്റ്റായിട്ട് വെക്കുക. ഒരല്പം മുട്ടിനെ ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചാലും പ്രശ്നമില്ല. കാലിൻ്റെ മുട്ടുകൾ നിങ്ങളിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കരുത്, ഒന്ന് അല്പം ബെൻഡ് ചെയ്ത് ഒന്ന് സോഫ്റ്റായിട്ട് വെക്കുക, അല്ലെങ്കിൽ മുട്ടിൽ ഇഞ്ചുറീസ് വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വയർ ആബ് മസിൽസ് എൻഗേജ് ചെയ്ത് തന്നെ വെക്കുക ത്രൂ ഔട്ട് ദിസ് വർക്കൗട്ട്. വെറുതെ ഫുൾ നമ്മുടെ ബോഡിയിലെ മസിൽസൊക്കെ അങ്ങ് ലൂസാക്കി വെക്കരുത്. നല്ല ബലത്തിൽ വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട്. എന്നാലാണ് ഇതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ സ്പോർട്സ് ബ്രാ വാങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ജമ്പിങ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ സ്പോർട്സ് ബ്രാ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് 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 യൂസ് എ സ്പോർട്സ് ബ്രാ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ പ്ലാങ്ക് ആണ് ചെയ്യുന്നത്. ഇതൊരു അടിപൊളി വർക്കൗട്ടാണ്. അഗൈൻ ഈ വർക്കൗട്ട് ചെയ്യുന്നവർക്കറിയാം ഇത് ഇച്ചിരി ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്കൗട്ടാണ്, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വയറിൻ്റെ മസിൽസ് അഗൈൻ എൻഗേജ് ആക്കി വെക്കുക. നമ്മുടെ ബോഡി മാക്സിമം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വെക്കാനായിട്ട് നോക്കുക. നമ്മുടെ ഹിപ്പ് ഏരിയ ഉണ്ടല്ലോ, ഹിപ്പ് ഏരിയ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ചൊരു മൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാകും, പക്ഷേ ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഇങ്ങനെ അലയടിച്ച് മൂവ് ചെയ്യാതൊക്കെ പറയില്ലേ, അങ്ങനെ മൂവ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെന്താണ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ വർക്കൗട്ട്. പിന്നെ നിങ്ങളുടെ ബട്ടക്സ് മസിൽസിനെയൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാട്ടോ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ പ്ലാങ്ക്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഫോർ ഷുവർ. അപ്പ് ആൻഡ് ഡൗൺ പ്ലാങ്ക് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്, പക്ഷേ വിത്ത് പ്രാക്ടീസ് ഡെഫിനറ്റ്ലി പറ്റും. നെക്സ്റ്റ് നമ്മൾ പ്ലാങ്ക് ടു ഷോൾഡർ ടാപ്പാണ് ചെയ്യുന്നത്. ഫുൾ പ്ലാങ്ക് പൊസിഷനിൽ ഇരുന്നിട്ട് ഷോൾഡർ ടാപ്പ്. ഇതും അഗൈൻ നമ്മുടെ വയറിനും നമ്മുടെ ആംസിനും അടിപൊളി വർക്കൗട്ടാണ്. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഹിപ്പ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് മൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാകും, പക്ഷേ ഒരുപാട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വിങ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആബ് ഏരിയ എൻഗേജ് ചെയ്ത് വെക്കുക. പിന്നെന്താണ്, നിങ്ങളുടെ കൈക്ക് ഇപ്പോഴത്തേനും നല്ല രീതിയിൽ ബേണിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം അപ്പ് ആൻഡ് ഡൗൺ പ്ലാങ്ക് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി യു വിൽ ഫീൽ ദ ബേൺ, എൻജോയ് ദ ബേൺ. നിങ്ങൾ ബേൺ എൻജോയ് ചെയ്യുക. കാരണം നിങ്ങളുടെ ബേണിങ് ഉണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങളുടെ മസിൽസ് വർക്ക് ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങളുടെ മസിൽസ് വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ മസിൽസ് റീബിൽഡഡ് ആകും, ആൻഡ് നിങ്ങളുടെ ടോട്ടൽ ബോഡി ഫാറ്റ് കുറയാനായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തേനും നിങ്ങളുടെ ഒരവസ്ഥയായി കാണും. സോ നെക്സ്റ്റ് നമുക്കൊരു നോൺ പ്ലാങ്ക് വർക്കൗട്ടിലേക്ക് നമുക്ക് പോവാം. അതെന്ന് പറയുന്നത് നമ്മുടെ സൈഡ് ലെഗ് റേസ് ആണ്. സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ബോഡി വെക്കുക. നിങ്ങൾ നീ ഏരിയ ഒന്ന് സോഫ്റ്റ് ആക്കി പിടിക്കുക, ലോക്ക് ചെയ്ത് വെക്കരുത്. എന്നിട്ട് കാലുകൾ സൈഡിലേക്ക് പൊക്കുക. അപ്പോൾ എഗൈൻ നിങ്ങൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ബെൻഡ് ചെയ്യാനോ പാടില്ല. കുറച്ചുകൂടി എളുപ്പത്തിൽ ഐസ്, നിങ്ങളുടെ കണ്ണിൻ്റെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. വയറിൻ്റെ മസിൽസ് എൻഗേജ് ചെയ്യുക. ഓപ്പോസിറ്റ് ആയിട്ട് ചുമരിലേക്ക് അങ്ങനെ നിങ്ങൾക്ക് കണ്ണ് ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ബോഡി പോസ്ചർ സ്ട്രെയിറ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ തല ഇതുപോലെ കുനിക്കരുത്. കഴുത്തിങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ തലയിൽ നമ്മുടെ കൈ വെച്ചിട്ട് കയ്യിലിങ്ങനെ വന്നിട്ട് നമുക്ക് അവിടേക്കൊരു ഫോഴ്സ് വരാനുള്ള സാധ്യതയാണ്. അങ്ങനെ നമ്മൾ തലയും കഴുത്തും ഫ്രണ്ടിലേക്ക് ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ചെയ്യരുത്. ജസ്റ്റ് നിങ്ങളുടെ കൈ നിങ്ങളുടെ തലയിൽ ടച്ച് ചെയ്യാനേ പാടുള്ളൂ. സോ അടുത്ത നമ്മൾ ഹാഫ് ബർപ്പീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബർപ്പി ബ്ലാസ്റ്റർ എന്ന് പറയുന്ന നമ്മളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ ഫുൾ ബർപ്പീസ് ബേസ്ഡ് വർക്കൗട്ട്സ് ആണ്. അപ്പോൾ അത് ഒരുപാട് പേര് ചെയ്തിട്ട് അടിപൊളി ഫീലിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബർപ്പീസ് അല്ലെങ്കിൽ തന്നെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. നമ്മൾ ഹാഫ് ബർപ്പീസാണ് ചെയ്യുന്നത്. ബർപ്പീസ് ചെയ്യുമ്പോഴും മേക്ക് ഷുവർ നിങ്ങളുടെ ആബ് ഏരിയ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. പിന്നെന്താണ്, നിങ്ങളുടെ അങ്ങ് ലൂസായിട്ട് നമ്മൾ ജമ്പ് ചെയ്യരുത്. നമ്മുടെ ബോഡി മസിൽസൊക്കെ ഒന്ന് ഇച്ചിരി ഒരു വെയിറ്റ് ഇട്ട് വേണം നിൽക്കാനായിട്ട്. നമ്മളങ്ങനെ വെറുതെ അങ്ങ് എല്ലാം ലൂസാക്കിയിട്ട് ജമ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹോൾ ബോഡി, നമ്മുടെ ആബ് ഏരിയയുടെ മസിൽസ് എസ്പെഷ്യലി എൻഗേജ് ചെയ്ത് വെക്കുക. പിന്നെന്താ, ജമ്പ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നീസിൽ സോഫ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ ലാൻഡ് ചെയ്യാനായിട്ട്. യു ഹാവ് ഡൺ ഇറ്റ്. നിങ്ങൾ അങ്ങനെ ഫസ്റ്റ്
സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് സർക്യൂട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 1 മിനിറ്റത്തെ വാട്ടർ ബ്രേക്ക്, 1 മിനിറ്റ് അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ നേരം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് ബാക്ക് ടു നോർമൽ ആക്കാനും നമ്മുടെ ബോഡി ഒന്ന് റീഹൈഡ്രേറ്റ് ചെയ്യാനും വാട്ടർ ബ്രേക്ക് നമ്മൾ എടുക്കാൻ പോവാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, സിപ്പായിട്ട് കുടിക്കാം. ഒത്തിരി വെള്ളം അങ്ങോട്ട് കുടിക്കരുത്. നമുക്ക് കുറച്ചായിട്ട് ഓരോരോ കവളുകളായിട്ട് വേണം കുടിക്കാനായിട്ട്. ആൻഡ് സ്പീക്കിംഗ് ഓഫ് വിച്ച്, ഇതിന് മുന്നത്തെ നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചൂടാണ് ഇപ്പോൾ നാട്ടിൽ, അപ്പോൾ ഫാൻ ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫാൻ ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ത്രോട്ട് ഡ്രൈ ആകുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ കുറച്ചായിട്ട് വെള്ളം കുടിക്കുക. ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. ഹൈഡ്രേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് ഒരുപാട് പേര് ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, കുറച്ചായിട്ട് വെള്ളം കുടിച്ച് നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സർക്യൂട്ട്, നെക്സ്റ്റ് സെറ്റ് തുടങ്ങാൻ സമയമായി. നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇടിച്ചുകൊണ്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഇടിക്കുക, നല്ല ഇമ്പാക്റ്റ് വെച്ചിട്ട് വെയിറ്റ് ഇട്ട് വേണം നിങ്ങൾ ഇടിക്കാനായിട്ട്. നിങ്ങൾ എത്ര ഇഫക്റ്റീവായിട്ടാണോ പഞ്ച് ചെയ്യുന്നത് അത്രയും ഇഫക്റ്റീവായിരിക്കും ഈ വർക്കൗട്ട്. നിങ്ങൾ മസിൽസൊക്കെ വർക്ക് ചെയ്യണം. ബൈ ദി എൻഡ് ഓഫ് 45 സെക്കൻഡ്സ് നിങ്ങളുടെ കൈകൾ ബേണിങ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആബ് ഏരിയ അത് എൻഗേജ് ചെയ്ത് വെക്കുക, അത് മറക്കരുത്. കാൽമുട്ടുകൾ ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കാം കേട്ടോ. ലോക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കാൽമുട്ടുകൾക്കൊരു സ്ട്രെയിൻ വരാൻ ചാൻസസ് ഉണ്ട്. സോ ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുക, ഒന്ന് സോഫ്റ്റ് ആക്കി വെക്കുക. ഹാൻഡ് ഇഫക്റ്റീവായിട്ട് ഇടിക്കുക. നിങ്ങൾ ലാസ്റ്റായിട്ട് ആരുടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇടിച്ചങ്ങ് തീർക്കുക കേട്ടോ. ഭയങ്കര സ്ട്രെസ് റിലീവറാണ് ആക്ച്വലി പഞ്ചിങ് വർക്കൗട്ട്സ് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സൊക്കെ നമുക്ക് ഇടിച്ച് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് പോകാൻ. നെക്സ്റ്റ് വർക്കൗട്ട് നമ്മുടെ ആബ് സൈഡ് റീച്ചാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ വർക്കൗട്ടിലേക്ക് പോകാം. നമ്മുടെ സൈഡ് ഒബ്ലീക്ക് മസിൽസ്, സൈഡിലത്തെ മസിൽസിനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് വർക്കൗട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് മസിൽസിനെ വർക്ക് ചെയ്യിക്കുന്ന ടൈപ്പാണ്. കോർ ഏരിയ എൻഗേജ് ചെയ്ത് വെക്കുക. അഗൈൻ നിങ്ങളുടെ ലോവർ ബാക്ക് ഫ്ലോറിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് സൈഡ് ഹീൽസിലേക്ക് നിങ്ങൾ റീച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കഴുത്തിൽ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കരുത്. നിങ്ങളുടെ കഴുത്ത് ജസ്റ്റ് ഒന്ന് ഫ്ലോറിൽ നിന്ന് മേളിലേക്ക് മാത്രം ഒന്ന് റേസ് ചെയ്ത് വെക്കുക. ഒത്തിരി സ്ട്രെയിൻ നിങ്ങളുടെ നെക്ക് ഏരിയയ്ക്ക് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ വേണം ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അടുത്ത നമ്മൾ ഫയർ ഹൈഡ്രൻറ്റ് പൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫയർ ഹൈഡ്രൻറ്റ് പൾസ് നമ്മൾ 2 സൈഡിലും ചെയ്യുന്നുണ്ട്. ഈ ഒരു പൊസിഷനിലിരിക്കുക, എന്നിട്ട് കാലുകൾ സൈഡിലേക്ക് ഇങ്ങനെ റേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 20-22 സെക്കൻഡ്സ് നമ്മൾ ഒരു സൈഡ് ചെയ്തിട്ട് ആണ് മറ്റേ സൈഡിൽ ചെയ്യാൻ പോകുന്നത്. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാലൻസ്, നിങ്ങളുടെ ഏതൊക്കെ ഇപ്പോൾ 2 കൈയും നിങ്ങൾ താഴെ കുത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കാൽമുട്ടും താഴെ കുത്തുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിൻറ്റ്സിലായിരിക്കണം നിങ്ങളുടെ ബാലൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അഗൈൻ നിങ്ങളുടെ കോർ ഏരിയ എൻഗേജ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. എന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന അത്രയും നിങ്ങളുടെ സൈഡിലേക്ക് ലെഗ് റേസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ തൈസ്, നിങ്ങളുടെ ഹിപ്സ്, ഇതിനൊക്കെ അടിപൊളി വർക്കൗട്ടാണ്. ബോത്ത് ഇന്നർ ആൻഡ് ഔട്ടർ തൈസിന് നല്ല വർക്കൗട്ടാണ് ഇത് തരുന്നത്. നെക്സ്റ്റ് നമ്മൾ മൗണ്ടൻ ക്ലൈംബേഴ്സ് പൾസ് ആണ് ചെയ്യുന്നത്. മൗണ്ടൻ ക്ലൈംബർ പൊസിഷൻ എന്താണെന്ന് അറിയാലോ, ഒരു ഫുൾ പ്ലാങ്ക് പൊസിഷനാണ്. ഫുൾ പ്ലാങ്ക് പൊസിഷനിലിരിക്കാം. നിങ്ങളുടെ ആബ് ഏരിയ, കോർ ഏരിയ എൻഗേജ് ചെയ്ത് വെക്കുക. എന്നിട്ട് മൗണ്ടൻസ് ക്ലൈംബ് ചെയ്യുക. അതായത് ഒരു കുന്ന് കയറുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു വർക്കൗട്ടിനെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് മൗണ്ടൻ ക്ലൈംബേഴ്സ് ഇതിനെ വിളിക്കുന്നത്. സോ മൗണ്ടൻ ക്ലൈംബർ പൾസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡിൽ 2 സൈഡിലേക്കും കാല് ബെൻഡ് ചെയ്തിട്ട് മൂന്നാമത്തെ സൈഡിലേക്ക് വരുമ്പോൾ പൾസാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ 45 സെക്കൻഡ്സ് സ്റ്റേ വിത്ത് മീ, ഡു ദിസ് വർക്കൗട്ട് വിത്ത് മീ. ഐ നോ യു ക്യാൻ ഡു ഇറ്റ്. ഈ വർക്കൗട്ട് ഒരു ടോട്ടൽ ബോഡി വർക്ക് ചെയ്യുന്ന ടൈപ്പ് വർക്കൗട്ടാണ്. നിങ്ങളുടെ ആബ് ഏരിയ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആബ്സ് വർക്ക് ചെയ്യും, നിങ്ങളുടെ ആം ഏരിയ വർക്ക് ചെയ്യും, നിങ്ങളുടെ കാല് മൂവ് ചെയ്യുന്നുണ്ട്. സോ കം ഓൺ ഗൈസ്, യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് യെസ്, ഇറ്റ് ഈസ് ഡൺ. സോ നിങ്ങളുടെ റെസ്റ്റ് ടൈം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വർക്കൗട്ട്. അതായത് ഡിപ്സ് ആണ് നെക്സ്റ്റ് വർക്കൗട്ട്. ഡിപ്സ് എന്ന് പറയുന്നത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടായിട്ട് തോന്നും, പക്ഷേ നമ്മുടെ
ആം ഏരിയ, എസ്പെഷ്യലി നിങ്ങളുടെ ട്രൈസെപ്പ് ഏരിയ ബേൺ ആയി പണ്ടാരം അടങ്ങുന്നൊരു വർക്കൗട്ടാണിത്. സോ ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ട്രൈസെപ്പ് മസിൽസ്, അതായത് കയ്യിൽ അടിയിലുള്ള മസിൽസ് ഉണ്ടല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്ന മസിൽ അതാണ്. നമുക്ക് സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടാകുന്ന മസിൽ ഏരിയ ആണത്. അപ്പോൾ ആ ഏരിയ വർക്ക് ചെയ്യിപ്പിക്കുന്ന വർക്കൗട്ടാണിത്. ആ ഏരിയ ടൈറ്റൻ ചെയ്യിപ്പിക്കുന്ന വർക്കൗട്ടാണ്. സോ നിങ്ങളുടെ ഹിപ്പ് പോർഷൻ മാക്സിമം ഫ്ലോറിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം വെക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് പൊക്കി വെക്കാം, ഹിപ്പ് ഏരിയ ഒന്ന് പൊക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊക്കി വെക്കുക, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട്. വളരെ ചെറിയ മൂവ്മെൻ്റ് ആണിത്, കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ നിങ്ങളുടെ ട്രൈസെപ്പ് ഏരിയ ബേൺ ആകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഫീലിംഗ്, ട്രസ്റ്റ് മീ. ആൻഡ് ഈ വർക്കൗട്ടും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ആൻഡ് യെസ്, ദിസ് ഈസ് ഓൾസോ ഡൺ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെറ്റ് കഴിയാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. ജസ്റ്റ് ഹോൾഡ് ഓൺ വിത്ത് മീ ആൻഡ് യു വിൽ ബി ഔട്ട് ഓഫ് ദിസ് വർക്കൗട്ട് ഇൻ നോ ടൈം. സോ നെക്സ്റ്റ് നമ്മൾ ബൈസൈക്കിൾ ക്രഞ്ചസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ബൈസൈക്കിൾ ക്രഞ്ചസ് ചെയ്യാൻ അഗൈൻ നിങ്ങളുടെ ആബ് ഏരിയ എൻഗേജ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കിടന്നിട്ട് സൈക്കിൾ ചവിട്ടുന്നത് പോലെ തന്നെയാണ്. ആൻഡ് മേക്ക് ഷുവർ നിങ്ങളുടെ കോർ ഏരിയ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എപ്പോഴെങ്കിലും എൻഗേജ്ഡ് അല്ലാന്ന് തോന്നുവാണെങ്കിൽ വർക്കൗട്ട് പോസ് ചെയ്ത് എൻഗേജ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ വർക്കൗട്ട് റെസ്യൂം ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളുടെ കൈ നിങ്ങളുടെ തലയുടെ ബാക്കിലായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ. നിങ്ങളുടെ തലേനെ ഒരിക്കലും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വലിച്ച് കഴുത്തിന് സ്ട്രെയിൻ കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുക, ഒരു ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങളുടെ കൈമുട്ട് കാൽമുട്ടിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിൻ്റെ പ്രത്യേകത എന്താണ്, നിങ്ങളുടെ കോർ ഏരിയ എൻഗേജ് ചെയ്ത് വെക്കുക. എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടേക്ക് എ ബ്രേക്ക്, എൻഗേജ് യുവർ കോർ ആൻഡ് അഗൈൻ ദെൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കൗട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ടുവേർഡ്സ് ദി എൻഡ് വി ആർ റീച്ചിങ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് അവർ വർക്കൗട്ട്, അവർ ഹിറ്റ് വർക്കൗട്ട് സീരീസ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വൈഡ് സ്ക്വാഡ്സ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കാല് വൈഡാക്കി വെക്കുക, ഷോൾഡർ ലെവലിനെക്കാട്ടും അത്യാവശ്യം വൈഡായിട്ട് വെക്കുക. വെച്ചിട്ട് സ്ക്വാഡ് പൊസിഷനിലേക്ക് ഇരിക്കുക. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആസ് ലോ ആസ് പോസിബിൾ നിങ്ങൾ പോവുക കേട്ടോ. നിങ്ങളുടെ ഇന്നർ തൈ മസിൽസും ഇന്നർ തൈ ഏരിയ ഒക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ഏരിയയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബേൺ ഫീൽ ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ്. ശരിക്കും ബീയിങ് എ വുമൺ നമ്മൾ ചെയ്തിരിക്കേണ്ട ടൈപ്പ് വർക്കൗട്ട് ആണെന്ന് തന്നെ വേണേൽ പറയാം. അഗൈൻ നിങ്ങളുടെ കോർ ഏരിയ എൻഗേജ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. ആൻഡ് യു ആർ ഡൗൺ ടു ഓൾമോസ്റ്റ് 10 സെക്കൻഡ്സ്, അല്ലെങ്കിൽ 10 സെക്കൻഡ്സ് കൂടെ മാത്രമേ ഉള്ളൂ ഈ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാനായിട്ട്. യു ക്യാൻ ഡു ഇറ്റ്, ഐ നോ യു ക്യാൻ ഡു ഇറ്റ്. ഈ വർക്കൗട്ട്സ് കഴിയുമ്പോൾ നാളെ നിങ്ങളുടെ മസിൽസും നിങ്ങളുടെ ഫുൾ ബോഡിയിലും ഇതിൻ്റെ എഫക്റ്റ് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. സോ യു വിൽ എൻജോയ് ദാറ്റ് ബേൺ ഓൾസോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു വർക്കൗട്ട് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ ഫുൾ എനർജി, ഇനി എത്ര എനർജി നിങ്ങൾക്ക് ബാക്കിയുണ്ടോ അത് ഫുള്ളും നിങ്ങൾ ഈ വർക്കൗട്ടിലേക്ക് കൊടുക്കുക. ഇത് നമ്മൾ റണ്ണിങ് ആണ്, നമ്മൾ ഓടുവാണ്. റണ്ണിങ് ഇൻ പൊസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് റൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം നിങ്ങളുടെ കാൽമുട്ട് പൊക്കാൻ പറ്റുന്നത് പോലെ നിങ്ങൾ പൊക്കുക. ജോഗിങ് അല്ല, നമ്മൾ കാൽമുട്ട ഒന്ന് പൊക്കുവാണ്. ലൈക്ക് ഹൈ നീ എന്നും പറയാൻ പറ്റില്ല, പക്ഷേ ജോഗിങ്ങും അല്ല. നമ്മൾ കാല് ഫ്രണ്ടിലേക്ക്, തൈസ് ഫ്രണ്ടിലേക്ക് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഓടുന്നത് മാതിരി. അപ്പോൾ നിങ്ങൾ ഐദർ സ്റ്റാൻഡിങ് പൊസിഷൻ, സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് ഓടാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. റൂമിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാം കേട്ടോ. അപ്പോൾ കഴിയാറായി, നമ്മൾ 10 സെക്കൻഡ്സ് ഇനി ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫുൾ എനർജി കൊടുക്കുക. ലാസ്റ്റ് ടൈം നിങ്ങൾ ഫുൾ എനർജി കൊടുത്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് യെസ്, യു ആർ ഡൺ. നിങ്ങൾ വർക്കൗട്ട്, നമ്മുടെ ഹിറ്റ് വർക്കൗട്ട് നിങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു സ്ട്രെച്ച് ഇറ്റ് ഔട്ട്. നിങ്ങൾ സ്ട്രെച്ചസും ചെയ്യുക. സ്ട്രെച്ചസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. സ്ട്രെച്ചസ് ചെയ്യുക. ആദ്യം നിങ്ങളുടെ ബ്രെത്ത് ഒന്ന് ഓക്കെ ആക്കുക. ഡീപ്പ് ബ്രെത്ത്സ് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് നിങ്ങളുടെ കൈ റേസ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ആൻഡ് കൈ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമുക്കിനി നമ്മുടെ ഫുൾ ബോഡീനെ സ്ട്രെച്ച് ചെയ്യാം. നമുക്ക് ഹിപ്പ് ഏരിയ, നമ്മുടെ വേസ്റ്റ്, ഇതിനൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്ട്രെച്ചസ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുക കേട്ടോ. വളരെ നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട, ഇച്ചിരി ഒന്ന് ടൈം എടുത്ത് തന്നെ ചെയ്യുക. സ്ട്രെച്ചസ് ഫീൽ ചെയ്യുക. നിങ്ങളുടെ കാലിലും നിങ്ങളുടെ ഹിപ്സിലും നിങ്ങളുടെ ബാക്കിലും വരുന്നൊക്കെ സ്ട്രെച്ചസ് ഫീൽ ചെയ്യുക നന്നായിട്ട്. ആ സ്ട്രെച്ചസിനെ എൻജോയ് ചെയ്യുക. വളരെ പീസ്ഫുള്ളായിട്ട് തന്നെ ചെയ്യുക. സോ ബീയിങ് അറ്റ് പീസ് ആൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വർക്കൗട്ട് കഴിയുമ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട്. എൻ്റെ കൂടെ തന്നെ സ്ട്രെച്ച് ചെയ്യുക കേട്ടോ. കുറച്ചും കൂടി ടൈമുണ്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട്.
സോ ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ലെറ്റ് മീ നോ. ഐ എം സോ മച്ച് എക്സൈറ്റഡ് ടു നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ടാണ്. നിങ്ങൾ ഈ ഫുൾ ബോഡി വർക്കൗട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് വർക്കൗട്ട് വരുന്നവരെ കണ്ടിന്യൂ ചെയ്യുക. വിത്തിൻ 2 days ഞാൻ നെക്സ്റ്റ് വർക്കൗട്ട് ഡെഫിനറ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതാണ്. ആൻഡ് ആ വർക്കൗട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ നമ്മുടെ വർക്കൗട്ട് ഷെഡ്യൂളും അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ ഫസ്റ്റ് വീക്കിലത്തെ മീൽ പ്ലാൻ ഉണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എങ്ങനെയാണ്, എത്രമാത്രം ക്വാണ്ടിറ്റി ഒക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതനുസരിച്ച് ഫോളോ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തംസ് അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ആർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമോ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡു ഫോളോ മീ ദെയർ ആൻഡ് സപ്പോർട്ട് മീ ദെയർ ആസ് വെൽ. അപ്പോൾ നിങ്ങൾ മീൽ പ്ലാൻ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ആൻഡ് വി വിൽ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് വർക്കൗട്ട് വീഡിയോ. അണ്ടിൽ ദെൻ, ടാറ്റാ, ബൈ.